എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അത്ഭുത മന്ത്രമാണ് കേട്ടോ. വാരാഹി അമ്മയുടെ അത്രയും പ്രിയപ്പെട്ട ഒരു മന്ത്രമാണ്. മന്ത്രങ്ങൾ ഒരുപാടുണ്ട്, എന്നാലും അത്യാവശ്യം നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സാധിച്ചു തരുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ഇതുവരെയും വാച്ച് ചെയ്ത എല്ലാവർക്കും, അതുപോലെ ഇപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഒരുപാട് നന്ദിയുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ വളർന്നതിൻ്റെ ഉദ്ദേശം പല ആളുകൾക്കും പല രീതിയിലും കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടുന്നുണ്ട്. വാരാഹി അമ്മയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ മന്ത്രം ചൊല്ലുന്നവരും അവർക്കൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇതിനകത്ത് ഓരോ വീഡിയോസിനകത്തും ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ആണ് കുറച്ച് കൂടുതലായിട്ട് വാരാഹി അമ്മയെക്കുറിച്ച് പറയുന്നത്. വാരാഹി അമ്മ എന്ന് പറയുന്നത് വരാഹരൂപം കൊണ്ട ദേവിയാണ്. മൃഗരൂപം കൊണ്ട ദേവി ആയതുകൊണ്ട് തന്നെയും ഭയങ്കര പവർഫുള്ളാണ്. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, മഹാഗണപതി വിഘ്നവിനായകൻ എന്ന് പറയുന്നത് തടസ്സം നീക്കുകയും അതുപോലെ നമ്മളിപ്പോൾ ഒരു വിശേഷപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ സ്മരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പൂജ തന്നെ ചെയ്യുന്നത് ഗണപതി ഭഗവാന്റെ ഗണപതി ഹോമം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴിപാടായിട്ട് നമ്മൾ ചെയ്യും. അത് തടസ്സം നീക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് ആ കാര്യം നല്ല ശുഭ മുഹൂർത്തത്തിൽ കറക്റ്റ് നല്ല രീതിയിൽ തന്നെ അത് നടക്കുകയും ചെയ്യും, തടസ്സമില്ലാതെ. എന്തുകൊണ്ടെന്നാൽ വിഘ്നേശ്വരൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ്. എന്നാൽ വാരാഹി അമ്മയുടെ കാര്യമായാലും അതുപോലെ തന്നെയാണ്. വരാഹരൂപം പൂണ്ട ദേവിയാണ്. മൃഗരൂപം പൂണ്ട ദേവി ആയതുകൊണ്ട് തന്നെ ഭയങ്കര പവർഫുള്ളാണ്. ഓക്കെ, അതായത് മൃഗരൂപം പൂണ്ട ദേവി ദേവന്മാർക്ക് ഒരു പ്രത്യേക ശക്തിയാണുള്ളത്. അത് ഞാൻ ഈ പറയുമ്പോൾ എത്രത്തോളം എനിക്ക് മനസ്സിലാകുന്നു എന്നെനിക്ക് അറിയില്ല. പക്ഷെ അത് വാസ്തവമായ കാര്യമാണ്. ദേവിക്ക് പ്രത്യേകിച്ച് പൂജകളോ നിഷ്ഠകളോ അങ്ങനെയൊന്നുമില്ല. ദേവി ഒന്ന് സ്മരിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ഒന്ന് മന്ത്രം ഉരുവിടുമ്പോൾ പോലും ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീൽ നമുക്ക് തന്നെ ഉള്ളിൽ നിന്നുണ്ടാവും. അത് ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ്. കാര്യം നമ്മളുടെ എല്ലാ കാര്യത്തിലും 24/7 നമ്മുടെ കൂടെ ദേവി നമ്മുടെ കൂടെ ഉണ്ടാവും എന്നതിന് നമുക്ക് ലൈക്ക് പകരം വെക്കാനായിട്ട് വേറെ വാക്കുകളില്ല. അത്രയും പവർഫുള്ളാണ് അത്. ആ മന്ത്രം ചൊല്ലുന്നവർക്കും ദേവിയുടെ അനുഗ്രഹം കിട്ടിയവർക്കും മാത്രമേ അത് പറയാൻ പറ്റൂ. ഇപ്പോൾ ഈ ഞാനടക്കമുള്ള പലർക്കും ദേവിയുടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെ ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് നേരെ പഴി ചാരിക്കുന്നവർക്ക് പോലും തിരിച്ചടി ആണ് വരുന്നത്. നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മളൊരിക്കലും നമ്മളോട് തെറ്റ് ചെയ്തവരായാലും അവരെക്കുറിച്ച് നമ്മൾ മോശമായിട്ട് പ്രാർത്ഥിക്കാനോ ഒന്നും പാടില്ല. പക്ഷെ ഉറപ്പായിട്ടും ദേവി അത് കാണുന്നുണ്ടല്ലോ. ദേവിയുടെ ഭക്തയെ വേദനിക്കുന്നത് ദേവിക്ക് സഹിക്കും അല്ലേ? ദേവിയുടെ മക്കളെ പോലെയാണ് കാണുന്നത് അല്ലേ? അപ്പോൾ ദേവി എന്താ ചെയ്യുന്നത്? അവർക്കത് തിരിച്ചടി കൊടുക്കും. അപ്പോൾ മാക്സിമം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ മനസ്സിലാണ് ദൈവം കൂടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിലെത്തും. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ഇടപെടുക. ഇതൊക്കെ നമ്മൾ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യണം. അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പലരും ചോദിച്ചിരുന്നു, ദേവിയുടെ മന്ത്രം ജപിക്കുമ്പോൾ അത് അശുദ്ധമായിരുന്നാൽ ജപിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, അശുദ്ധമായാലും നിങ്ങൾക്ക് ധ്യാനിക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ വളരെ അതായത് ഒരു മിസ്റ്റേക്കും കൂടാണ്ട് നല്ല രീതിയിൽ വേണം ഓരോ വാക്കുകളും, അതായത് നമ്മൾ ആ ഒരു മന്ത്രം തെറ്റ് കൂടാണ്ട് ജപിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മാക്സിമം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രീവിയസ് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രത്തിൽ പോയ അവിടുത്തെ വഴിപാടും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ പേരും നാളും ആവശ്യവും അടങ്ങുന്നത് ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മന്ത്രം ഏതാണെന്ന് പറയാൻ കൂടെ ജപിക്കുക. ഓം ക്രോഡാനനായ നമഃ. 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 ഓം ക്രോഡാനനായ നമഃ.
क्रोडाननाय नमः ॐ 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 क्रोडाननाय
ക്രോഡാനനായ നമഃ. ഓം 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 ക്രോഡാ